പ്രണയിച്ച് വിവാഹിതരായ പ്രതീഷിന്റെയും ട്രീസയുടെയും കഥ പറഞ്ഞ് 2024 പുറത്തിറങ്ങിയ ഒരു മലയാളം ചിത്രമാണ് തണുപ്പ്. വിവാഹത്തിനു ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ കടന്നുപോകുന്ന വഴികൾ വിചിത്രവും അസാധാരണവുമാണ്. അവർ കടന്നുപോകുന്ന പ്രതിസന്ധികളാണ് സിനിമയുടെ ഇതിവൃത്തം. ലളിതസുന്ദരമായ ദൃശ്യഭാഷയിൽ രണ്ട് പ്രണയിതാക്കളുടെ ഉള്ളുനുറുങ്ങുന്ന കഥ പറയുന്ന തണുപ്പ് കാണുന്ന പ്രേക്ഷകനും ക്ലൈമാക്സ് കണ്ടു തീർക്കുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്തൊരു തണുപ്പ് അരിച്ചിറങ്ങുന്ന ഒരു അനുഭവമാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നിറയെ കാടും മലയും പുഴയും ഒക്കെയുള്ള ഒരു നാട്ടിലേക്ക് താമസിക്കാനായി വരുന്ന പ്രതീഷിനെയും ഭാര്യ ട്രീസയുമാണ് കാണിക്കുന്നത്. തങ്കച്ചൻ എന്നൊരാൾ അയാളുടെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു മുറി കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അത്യാവശ്യം അലങ്കോലപ്പെട്ട് കിടക്കുന്ന മുറിയാണെങ്കിലും നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദമ്പതികളായതുകൊണ്ട് തന്നെ കുറഞ്ഞ വാടകയ്ക്ക് അതിലും നല്ലൊരു മുറി വേറെ കിട്ടില്ലെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ അത് മതിയെന്ന് പറയുന്നു. ആ നാട്ടിലുള്ള പുഴ എവിടെയാണെന്ന് പ്രതീക്ഷ ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണെന്ന് പറഞ്ഞ തങ്കച്ചൻ അവിടെ നിന്ന് പോകുന്നു. ആകെ വൃത്തികേടായി കിടന്ന ആ മുറി രണ്ടാളും കൂടി വൃത്തിയാക്കി എടുക്കും. അതിനിടയിൽ പ്രതീഷിന്റെ ഒരു ഫ്രണ്ടായ സന്തോഷ് വിളിച്ച കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. സന്തോഷ് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. ആ റൂമിന് തൊട്ട് ഫ്രണ്ടിലാണ് ഒരു പ്രൈവറ്റ് ബസ് രാത്രിയിൽ ഇട്ടിരിക്കുന്നത്. രാത്രിയാകുന്നതോടെ ബസ്സിലെ ജീവനക്കാരും അവരുടെ കുറച്ച് കൂട്ടുകാരുമൊക്കെ എന്നും വന്നിരുന്ന് വെള്ളമടിക്കുന്നത് ഒരു പതിവാണ്. റൂമിൽ പുതിയ താമസക്കാർ വന്നത് അവര് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഹസ്ബൻഡും വൈഫുമാണ് വന്നിരിക്കുന്നത്. ആ പെണ്ണ് കാണാൻ എങ്ങനെയുണ്ടെന്നൊക്കെ അതിലൊരാൾ ചോദിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് ബസ് ജീവനക്കാരൻ പറയുന്നു. ഈ സമയം പെയിന്റ് പണിക്കാരനായ പ്രകാശ് പ്രതീഷിന്റെ റൂമിലേക്ക് വരുന്നു. പ്രകാശിന്റെ കൂടെ പണിക്ക് പോകാനാണ് പ്രതീഷ് ആ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. സ്റ്റൗവും മറ്റും ഞാൻ രാവിലെ എത്തിച്ചു തരാം. രാവിലത്തെ ഫുഡ് ഞാൻ കൊണ്ടുതരാം. രാവിലെ 8:30 പണിക്ക് പോകാൻ റെഡിയായി നിൽക്കണമെന്ന് പറഞ്ഞ പ്രകാശൻ അവിടെ നിന്നും പോകും. പിറ്റേന്ന് രാവിലെ പ്രകാശൻ പറഞ്ഞതുപോലെ തന്നെ പ്രതീഷ് റെഡിയായി നിൽക്കുമ്പോഴേക്കും പ്രകാശൻ ബ്രേക്ക്ഫാസ്റ്റുമായി വരുന്നു. അതൊക്കെ കഴിച്ച പ്രകാശിന്റെ കൂടെ പ്രതീഷ് ജോലിക്കും പോകും. ഒറ്റയ്ക്കാകുന്ന ട്രീസ പകൽ മുഴുവൻ ബ്ലൂടൂത്ത് സ്പീക്കറിൽ വെസ്റ്റേൺ സോങ് ഒക്കെ കേട്ട് സമയം അങ്ങനെ കഴിച്ചു കൂട്ടും. ഉച്ചയ്ക്ക് താഴെയുള്ള ഹോട്ടലിലെത്തി ട്രീസ ഫുഡ് വാങ്ങി കഴിക്കുകയും ചെയ്യുന്നു. പണി കഴിഞ്ഞെത്തുന്ന പ്രതീക്ഷ പ്രകാശിനോടും അവിടെയുള്ള പുഴയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. കുളിക്കാനാണെങ്കിൽ അവിടെങ്ങും പോകണ്ട, നല്ല ആഴമുണ്ടെന്ന് പറഞ്ഞിട്ട് പുഴയിലേക്കുള്ള വഴി പ്രകാശൻ പ്രതീഷിന് പറഞ്ഞു കൊടുക്കുന്നു. പ്രതീക്ഷ അപ്പോൾ തന്നെ പുഴയിലേക്ക് പോകുന്നു. അവിടെ ചൂണ്ടയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പുഴയ്ക്ക് നല്ല ആഴമുണ്ടോ എന്ന് പ്രതീക്ഷ അയാളോട് ചോദിക്കുമ്പോൾ ഉണ്ടെന്നും നീന്തൽ അറിയില്ലെങ്കിൽ ഇറങ്ങാൻ നിൽക്കണ്ട, നല്ല അടിയൊഴുക്കുണ്ട്, പെട്ടാൽ പിന്നെ നോക്കണ്ട, വെറുതെ നാട്ടുകാർക്ക് പണിയാക്കണ്ട എന്നൊക്കെ അയാൾ പറയും. അങ്ങനെ അവിടെ നിന്നും തിരികെ പോരുന്ന പ്രതീക്ഷ കാട്ടിലൂടെ അല്പം മുന്നോട്ട് നടക്കുമ്പോൾ അതേ പുഴയുടെ ആഴം അധികമില്ലാത്ത മറ്റൊരു ഭാഗം കാണുന്നു. ചുറ്റുപാടും നോക്കി എന്തോ മനസ്സിൽ ഉറപ്പിച്ച ശേഷം പ്രതീക്ഷ മുറിയിലേക്ക് പോകും. രാത്രി ട്രീസയോട് താനൊരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആരെങ്കിലും കാണുമോ എന്ന് ട്രീസ ചോദിക്കുമ്പോൾ രാത്രി അവിടേക്കെങ്ങും ആരും വരില്ല, എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പ്രതീക്ഷയും പറയുന്നു. ഇവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പോകെ പോകെ കാര്യങ്ങൾ മനസ്സിലാകും. പ്രതീക്ഷൻ്റെയും ട്രീസയുടെയും സ്വഭാവത്തിലെ ദുരൂഹതകൾ പ്രകാശൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അയാളത് ഭാര്യയോട് സൂചിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി പ്രതീക്ഷ താൻ കണ്ടുവച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകുന്നു. പുഴയിലേക്ക് ഇറങ്ങി അതിൻ്റെ ആഴമൊക്കെ നോക്കി മനസ്സിലാക്കി ആരും പരിസരത്തെങ്ങുമില്ലെന്ന് പ്രതീക്ഷ സ്ഥിരീകരിക്കും. ശേഷം ഒരു സ്ഥലത്ത് കരിയിലകൾ കൂട്ടിയിട്ട് ഒരു മെത്ത പോലെയൊക്കെ ഉണ്ടാക്കുന്നു. പിറ്റേന്ന് രാത്രി അതേ സ്ഥലത്തേക്ക് ട്രീസയും കൂട്ടി പ്രതീക്ഷ പോകാനിറങ്ങുന്നു. എന്നാൽ ബസ്സിലുള്ളവർ ഉറങ്ങിയിട്ടില്ലാത്തതിനാൽ രണ്ടാളും തിരികെ മുറിയിലേക്ക് തന്നെ എത്തുന്നു. ആകെ പേടിച്ചു പോകുന്ന ട്രീസ ഇന്ന് വേണ്ട, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകും. പ്രതീക്ഷ ആകെ നിരാശനാകുന്നു. വീണ്ടും ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകും. വണ്ടിയിലുള്ളവരെല്ലാം ഒഴിഞ്ഞുപോയ ഒരു ദിവസം പ്രതീക്ഷ ട്രീസയെ വിളിച്ചുണർത്തി പുഴക്കരയിലേക്ക് പോകാൻ തുടങ്ങുന്നു. പുഴക്കരയിലെത്തുന്ന രണ്ടാളും പുഴയിലിറങ്ങി മുങ്ങി അങ്ങനെ കുറേ നേരം നിൽക്കും. ശേഷം കരയിൽ കയറുന്ന അവർ കരിയിലമെത്ത ഒരുക്കിയിട്ടുള്ളിടത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നു. രണ്ടാൾക്കും നല്ല ഭയമുണ്ടായിരുന്നിട്ടും ഇവരെന്തിനാണ് ഈ പാതിരാത്രി ഇങ്ങനെ ഒരു ഭ്രാന്ത് കാണിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അത് കുറച്ച് കഴിഞ്ഞേ മനസ്സിലാകൂ. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോകുന്നു. ട്രീസ നല്ല കാശുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയായിരുന്നു. ഇവരുടെ കല്യാണത്തിന് രണ്ട് വീട്ടുകാർക്കും നല്ല എതിർപ്പായിരുന്നു. കാശുണ്ടായിട്ടും പ്രതീഷിൻ്റെ കൂടെ വന്ന ശേഷം ഇല്ലായ്മകളിലും മറ്റും യാതൊരു പരാതിയും പറയാതെ അവൻ്റെ കഷ്ടപ്പാടുകളിൽ താങ്ങായി ട്രീസ കൂടെ നിൽക്കുന്നുണ്ട്. ദിവസങ്ങൾ കടന്നു പോകവേ പുഴക്കരയിൽ പോയി ബന്ധപ്പെടുന്നത് അവരൊരു പതിവാക്കുന്നു.
അങ്ങനെ ഒരു ദിവസം രാത്രി അവർ പുഴക്കരയിൽ പോയ ശേഷം പ്രകാശൻ അവരെ അന്വേഷിച്ച് മുറിയിലേക്ക് വരുന്നു. റൂം പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫോൺ വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ പ്രതീക്ഷ പ്രകാശനെ വിളിക്കുമ്പോൾ നിങ്ങളിതെവിടെ പോയാണെന്ന് പ്രകാശൻ ചോദിക്കും. ഞങ്ങൾ പുഴ വരെ ഒന്ന് വന്നതാണെന്ന് പ്രതീക്ഷ പറയുന്നത് കേട്ട് പ്രകാശൻ ഞെട്ടിപ്പോകും. ഈ പാതിരാത്രി നിങ്ങൾ എന്തിനാ അവിടെ പോയതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ചുമ്മാ പുഴക്കരയിലിരിക്കാൻ വന്നതാണെന്ന് പ്രതീക്ഷ പറയുന്നു. എങ്കിൽ കുഴപ്പമില്ല, ഞാനാകെ പേടിച്ചു പോയി, സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പതിവ് പോലെ ദമ്പതികൾ രണ്ടും പുഴക്കരയിലേക്ക് പോകുന്നത് ബസ്സിലെ ഒരു ജീവനക്കാരൻ കാണാനിടയാകും. പിറ്റേന്ന് രാത്രി ബസ്സിൽ എല്ലാവരും കൂടി മദ്യപിച്ചിരിക്കെ ഈ സംഭവം അയാൾ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും പോലെയല്ല, രണ്ടാളും ജഗജില്ലിയാണ്. പല പല പരിപാടികൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതാദ്യമായിട്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കില്ലെന്നറിയാം, അതുകൊണ്ട് തന്നെ കണ്ടു തന്നെ അറിയണമെന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്നു. ഇതേസമയം ട്രീസയ്ക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടായിരുന്നു. ഒരു ഓട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ കിട്ടുമോ എന്നറിയാൻ പ്രതീക്ഷ നേരെ ബസ് ജീവനക്കാരുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. അവരൊരു ഓട്ടോ വിളിച്ച് സെറ്റാക്കി കൊടുക്കുന്നു. ഇന്നലെ വെള്ളത്തിൽ കിടന്നതിൻ്റെ ആണെന്ന് ബസ്സിലെ ജീവനക്കാരൻ പറയുമ്പോൾ ഇന്ന് നീ ഇത് കാണാൻ പോകുമ്പോൾ ഞങ്ങളെ കൂടി വിളിക്കണമെന്ന് ബാക്കിയുള്ളവർ പറയുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോകും. പനിയൊക്കെ മാറി ട്രീസ ഓക്കെ ആവുമ്പോഴേക്കും വീണ്ടും രണ്ടാളും കൂടി പുഴക്കരയിലേക്ക് പോക്ക് ആരംഭിക്കും. ബസ് ജീവനക്കാരൻ ഇത് കണ്ടിട്ട് കൂടെയുള്ളവരെയും വിളിച്ചു വരുത്തുന്നു. ദമ്പതികൾ ചെയ്യുന്നതൊക്കെ ഒളിഞ്ഞിരുന്ന് അവർ കാണുകയും ചെയ്യുന്നു. കാണുക മാത്രമല്ല, എല്ലാം വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഫ്ലാഷ് ഓൺ ആവുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ ദമ്പതികൾ കാണുകയും അവരാകെ പേടിച്ചു പോവുകയും ചെയ്യുന്നു. അങ്ങനെ തങ്ങളെ കണ്ടെന്ന് മനസ്സിലാകുന്നതോടെ എല്ലാവരും ചേർന്ന് പ്രതീക്ഷനെ നന്നായി തല്ലുകയും ഇനി മേലെ നിങ്ങളെ ഇവിടെ കണ്ടാൽ ഞങ്ങൾ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷ ഇവളെന്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്നെങ്കിലും അവരാരും അത് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ട്രീസയും പ്രതീക്ഷയും വല്ലാത്തൊരു അവസ്ഥയിലാകുന്നു. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ബസ്സുകാരനെടുത്ത വീഡിയോ അയാൾ തൻ്റെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ വീഡിയോ ഷെയറായി വൈറലാകുന്നു. റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാതെ പ്രതീക്ഷയും ട്രീസയും ദിവസങ്ങൾ തള്ളി നിൽക്കും. കരഞ്ഞു തളർന്ന ട്രീസയെ കാണുമ്പോൾ പ്രതീക്ഷനും സഹിക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങളായിട്ടും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രതീക്ഷ താഴെ കടയിൽ വന്ന് അവൾക്ക് വേണ്ടി ഒരു ഊണ് വാങ്ങുന്നു. അവനെ എല്ലാവരും വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട്. ആകെ തകർന്നു പോകുന്ന പ്രതീക്ഷ വീണ്ടും റൂമിലേക്ക് വരുമ്പോൾ കരഞ്ഞ് ട്രീസ ഒരു പരുവമായിരുന്നു. അവളുടെ മുന്നിൽ വെച്ച് കരയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പ്രതീക്ഷ. എത്ര വിളിച്ചിട്ടും വാങ്ങിക്കൊണ്ടുവന്ന ഫുഡ് പോലും കഴിക്കാൻ ട്രീസ തയ്യാറുമല്ലായിരുന്നു. വീഡിയോയുടെ കാര്യം അറിയുന്ന പ്രകാശൻ സന്തോഷിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാൻ പറയും. സന്തോഷം അങ്ങനെ അവിടേക്ക് വരുന്നു. കാര്യങ്ങളെല്ലാം സന്തോഷിനോട് പ്രകാശ് പറയുന്നു. വീഡിയോ നാട്ടുകാർ മുഴുവൻ കണ്ടു. ഇനി അവൻ ഈ നാട്ടിൽ നിൽക്കുന്നത് ശരിയല്ല. തങ്കച്ചനും എത്രയും പെട്ടെന്ന് അവരെ അവിടെ നിന്നും ഒഴിപ്പിക്കാനായിരുന്നു തിടുക്കം. പ്രതീക്ഷിന് വല്ല മാനസിക രോഗവും ഉണ്ടോയെന്ന് വരെ അവർ സംശയിക്കുന്നു. കാര്യങ്ങൾ വളരെ വഷളായിരിക്കുകയാണെന്ന് മനസ്സിലാകുന്ന സന്തോഷ് തെറ്റ് എൻ്റേതാണ്, എല്ലാം ഞാൻ ആദ്യമേ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുന്നു. ശേഷം പ്രതീഷിൻ്റെയും ട്രീസയുടെയും കഥ സന്തോഷ് അവരോട് പറയുന്നു. ഒരു ഫ്ലാഷ് ബാക്കാണ് പിന്നെ കാണിക്കുന്നത്. സിനിമയിലെ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന തിരക്കുള്ള ഒരാളായിരുന്നു പ്രതീഷ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവനൊരു പട്ടിക്കുട്ടിയെ കളഞ്ഞു കിട്ടുന്നു. അവനതിനെ വളരെ സ്നേഹത്തോടെ നോക്കി വളർത്തും. അത് ശരിക്കും ട്രീസയുടെ പട്ടിക്കുട്ടിയായിരുന്നു. പട്ടിക്കുട്ടിയെ കാണാതായിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ആകെ വിഷമത്തിലായിരുന്നു ട്രീസ. പ്രതീക്ഷ പട്ടിക്ക് ഒരു മണിയൊക്കെ കെട്ടിക്കൊടുക്കുകയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രതീഷിൻ്റെ ഒരു അയൽവാസി ഓറിയോ എന്നൊരു പട്ടിയെ മിസ്സായതിൻ്റെ ഒരു നോട്ടീസ് പ്രതീഷിന് കൊണ്ടുവന്ന് കൊടുക്കും. 15,000 രൂപയാണ് പട്ടിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നവർക്ക് ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന റിവാർഡ്. അതിനെ തിരികെ കൊടുക്കാൻ തീരെ മനസ്സില്ലാഞ്ഞിട്ടും പ്രതീക്ഷ ആ പട്ടിക്കുട്ടിയെ ട്രീസയ്ക്ക് തിരികെ കൊടുക്കുന്നു. നോട്ടീസിൽ പറഞ്ഞിരുന്ന ക്യാഷ് ട്രീസ കൊടുക്കുമെങ്കിലും പ്രതീക്ഷ അത് വാങ്ങില്ല. കുറച്ച് ദിവസം മാത്രമേ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും അവനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ട്രീസയുടെ വിഷമം എനിക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നത് കേട്ട് പ്രകാശനോട് ട്രീസ ഞാൻ അവനെ ഇടയ്ക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ട്രീസ ഓറിയോയെ അവിടെ നിന്നും കൊണ്ടുപോകും. പ്രതീഷിനും ഓറിയോയെ ഇഷ്ടമായിരുന്നതുകൊണ്ട് തന്നെ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സെൽഫി പ്രതീഷിന് ട്രീസ അയച്ചു കൊടുക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജും കോളും ഒക്കെ ചെയ്ത് രണ്ടാളും തമ്മിൽ അടുക്കുന്നു. അവരങ്ങനെ പ്രണയത്തിലുമാകും. ട്രീസയുടെ അമ്മ അവൾക്ക് 11 വയസ്സുള്ളപ്പോൾ
മരിച്ചതാണ്. അവരൊക്കെ ഇറ്റലിയിൽ സെറ്റിൽഡുമാണ്. ശേഷം പപ്പ വേറൊരു വിവാഹം കഴിച്ചത് അക്സെപ്റ്റ് ചെയ്യാനാകാഞ്ഞതുകൊണ്ട് തന്നെ ട്രീസ നാട്ടിലേക്ക് വരികയായിരുന്നു. നാട്ടിൽ ഒരു ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും കൂടെയാണ് അവൾ താമസിച്ചിരുന്നത്. എന്നാൽ സ്വന്തം മകളല്ലാഞ്ഞതുകൊണ്ട് തന്നെ ആൻറ്റിയും അങ്കിളും അത്ര സ്നേഹിച്ചൊന്നുമായിരുന്നില്ല ട്രീസയെ കൂടെ താമസിപ്പിച്ചിരുന്നത്. അങ്ങനെ ആരിൽ നിന്നും സ്നേഹം കിട്ടാതെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നപ്പോഴാണ് പ്രതീക്ഷ ട്രീസയുടെ ലൈഫിലേക്ക് വരുന്നത്. എന്നാൽ ട്രീസയുടെയും പ്രതീഷിന്റെയും റിലേഷൻഷിപ്പ് അറിയുന്ന അങ്കിളും ആൻറ്റിയും ട്രീസയെ ചോദ്യം ചെയ്യുന്നു. അവരത് ട്രീസയുടെ പപ്പയെ അറിയിക്കുകയും ചെയ്യും. വിവരമറിയുന്ന പപ്പ ഇറ്റലിയിൽ നിന്നും പറന്നു വരുന്നു. വന്നത് വെറുതെ ഒന്നുമായിരുന്നില്ല, ട്രീസയെ ഇറ്റലിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന ട്രീസ വീട് വിട്ടുവന്ന പ്രതീഷിനെ വിവാഹം കഴിക്കും. അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചത് അംഗീകരിക്കാൻ പ്രതീഷിന്റെ വീട്ടുകാരും തയ്യാറല്ലായിരുന്നു. അവരും കൈയൊഴിയുന്നതോടെ സന്തോഷിന്റെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകാൻ അവൻ തയ്യാറാകും. എന്നാൽ അത് നാട്ടുകാരറിഞ്ഞാൽ എല്ലാവർക്കും നാണക്കേടാകുമെന്ന് കരുതുന്ന പ്രതീഷ് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് തങ്ങുന്നു. ട്രീസ ഇറങ്ങിപ്പോയ ദേഷ്യത്തിൽ അവളുടെ പപ്പ ഓറിയോയെ കൊന്നുകളയും. അതിന്റെ ചിത്രം ട്രീസയ്ക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഇനി നീ എൻ്റെ മുമ്പിൽ വന്നാൽ നിന്റെ അവസ്ഥയും ഇതായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഒരു ദിവസം പ്രതീഷിന്റെ അച്ഛൻ അവരെ കാണാൻ വരും. ഒരു കുഞ്ഞുണ്ടായാൽ എല്ലാവരുടെയും ദേഷ്യമൊക്കെ മാറും, എല്ലാം ശരിയാകും. അവൾ വിശ്വസിച്ച് കൂടെ വന്നതാണ്, വിഷമിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതോടെ പ്രതീഷ് സിനിമയിലെ ജോലിയൊക്കെ വിട്ടിട്ട് ചുമരിൽ ചിത്രം വരയ്ക്കുന്ന ജോലിക്കൊക്കെ പോയി തുടങ്ങുന്നു. ശേഷം രണ്ടുപേരുടെയും ജീവിതം പതിയെ പതിയെ മുന്നോട്ട് പോകുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി രണ്ടാളും വെയിറ്റ് ചെയ്യും. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നില്ല. സന്തോഷ് വിളിച്ച് നിങ്ങളൊരു ഡോക്ടറിനെ കാണാനൊക്കെ പറയുന്നു. അവരങ്ങനെ ഒരു ഡോക്ടറിനെ പോയി കാണും. ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ പ്രതീഷിന്റെ കുഴപ്പം കൊണ്ടായിരുന്നു കുഞ്ഞ് ജനിക്കാഞ്ഞത്. അയാളുടെ ശരീരം ഓവറായിട്ട് ചൂടാകുന്നതിന്റെ ഫലമായി ഉണ്ടായ ഒരു അവസ്ഥയായിരുന്നു അതിന് കാരണം. തന്നെയുമല്ല, ട്രീസയ്ക്ക് ഹാർട്ടിന്റെ വാൽവിന് കുറച്ച് നീളക്കുറവും ഉണ്ടായിരുന്നു. അത് ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നതായതിനാൽ കുറച്ച് കഴിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പണ്ട് ഡോക്ടർമാർ പറഞ്ഞിരുന്നതായും അവൾ പറയുന്നു. രണ്ടാൾക്കും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നതിനാൽ ഡോക്ടർ IVF ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നു. എന്നാൽ അതിന് ലക്ഷങ്ങളാകുമെന്നറിയുന്നതോടെ അവരുടെ പ്രതീക്ഷകൾ വീണ്ടും ഇല്ലാണ്ടാവും. അച്ഛൻ നിരന്തരം പ്രതീഷിനെ വിളിച്ച് കുഞ്ഞിൻ്റെ ആവശ്യം പറയുന്നു. ഡോക്ടറിനെ കണ്ടതും തങ്ങളുടെ പ്രശ്നങ്ങളുമൊക്കെ അവൻ അച്ഛനെ അറിയിക്കുന്നു. വയനാട്ടിൽ ഒരു വൈദ്യനുണ്ട്, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കാൻ അച്ഛൻ പ്രതീഷിനോട് പറയും. അവരങ്ങനെ ആ വൈദ്യനെ പോയി കാണുന്നു. പ്രതീഷും ട്രീസയും ജീവിച്ചിരുന്നത് ചെന്നൈയിലായിരുന്നു. നിങ്ങൾ താമസിക്കുന്നത് ഒട്ടും സ്വാഭാവികമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ്. ഒരു സ്വാഭാവിക അന്തരീക്ഷത്തിൽ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവൂ. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശരീരത്തിൻ്റെ താപനില കുറയ്ക്കുവാനായി 1 മണിക്കൂർ പുഴയിൽ കഴുത്തറ്റം വെള്ളത്തിൽ കഴിഞ്ഞ ശേഷം കരയ്ക്ക് കയറി മിനിറ്റുകൾക്കകം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ഇതായിരുന്നു വൈദ്യൻ അവരോട് പറഞ്ഞത്. കൂടാതെ ചില മരുന്നുകളും അദ്ദേഹം നൽകുന്നു. അങ്ങനെ ആകെ മടുത്തിരുന്ന പ്രതീഷും ട്രീസയും സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസാന മാർഗമായിട്ടാണ് ഈ വഴി കാണുന്നത്. അങ്ങനെ വൈദ്യൻ പറഞ്ഞ വിവരങ്ങളെല്ലാം പ്രതീഷ് സന്തോഷിനോട് പറയുന്നുണ്ട്. സന്തോഷിന്റെ ഒരു പരിചയക്കാരനായിരുന്നു പ്രകാശൻ പടം വരയ്ക്കാൻ അറിയുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നതായും ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞാൽ പുള്ളി നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷ് പ്രകാശിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ജോലി വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, വൈദ്യൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനോട് പറയണ്ട, ട്രീസയ്ക്ക് അതൊരു നാണക്കേട് പോലെയാണെന്നൊക്കെ പ്രതീക്ഷ പറയുന്നത് കൊണ്ട് തന്നെ ശരി എന്നാൽ അതൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് സന്തോഷ് പ്രകാശിനെ വിളിച്ച് പ്രതീഷിന്റെ ജോലിക്കാരുമൊക്കെ പറയുന്നു. ഇക്കാരണത്താലാണ് സന്തോഷ് പ്രകാശിനോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത്. ഇങ്ങനെയാണ് ട്രീസയും പ്രതീഷും പുതിയ ജീവിതത്തിനായി ആ നാട്ടിലേക്ക് വന്നത്. ഇതെല്ലാം അറിയുന്ന പ്രകാശൻ സന്തോഷിനെയും കൂട്ടി വന്ന് വിവരങ്ങളെല്ലാം ബസ്സിലെ ആൾക്കാരോട് പറയുന്നു. അതോടെ എല്ലാവരും തകർന്നു പോകും. സംഭവിച്ചു പോയതിൽ അവർക്ക് നല്ല ദുഃഖമുണ്ടായിരുന്നു. ഞങ്ങൾ അവരോട് വന്ന് മാപ്പ് പറയാമെന്നൊക്കെ പറയുമെങ്കിലും അതിലൊന്നും കാര്യമില്ല. നിങ്ങൾ അയച്ചു കൊടുത്തവന്മാരെ പോയി കണ്ട് വീഡിയോ എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്യിക്കാൻ നോക്കാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പ്രകാശനും സന്തോഷും അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ബസ്സിലെ ജീവനക്കാർ തങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചു നോക്കുമെങ്കിലും അവരെല്ലാം അത് പല പല ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ അവരാകെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. ഈ സമയം പ്രകാശനും സന്തോഷും തങ്കച്ചനും കൂടി പ്രതീഷിനെ അന്വേഷിച്ച റൂമിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഡോർ പൂട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. പ്രകാശൻ വേഗം ഫോൺ ചെയ്ത് നോക്കുമെങ്കിലും ട്രീസയുടെയും പ്രകാശിന്റെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിറ്റേന്ന് രാവിലെ പ്രകാശന് ഒരു കോൾ വരുന്നു. ഫോൺ എടുത്ത ശേഷം സന്തോഷിനെയും കൂട്ടി പ്രകാശൻ നേരെ വരുന്നത് പുഴക്കരയിലേക്കാണ്. പരസ്പരം കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ പുഴയിൽ മുങ്ങി മരിച്ച ട്രീസയുടെയും പ്രതീഷിന്റെയും ഡെഡ് ബോഡിയാണ് പ്രകാശനും സന്തോഷവും കാണുന്നത്. അത് കണ്ട് അവരാകെ തകർന്നു പോകും. ആ കാഴ്ച താങ്ങാനാകാതെ ബസ്സിലെ ആൾക്കാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് പത്രത്തിൽ വരുന്ന വാർത്തയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ട്രീസ ഗർഭിണിയായി
തന്നെയായിരുന്നു എന്നതുകൂടി അറിയുന്നതോടെ ബസ്സിലെ ജീവനക്കാരുടെ മനസ്സിലെ ആ ഒരു മരവിപ്പും തണുപ്പും പ്രേക്ഷകന്റെ ശരീരത്തിലേക്കും അരിച്ചിറങ്ങുന്നു. ശേഷം നിറവയറോടെ സന്തോഷവതിയായി പുഴയുടെ അടിയിലിരിക്കുന്ന ട്രീസയെയും അവളുടെ വയറ്റിൽ സ്നേഹചുംബനം നൽകുന്ന പ്രദീക്ഷിനെയും കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം മൂവി ട്രാവലർ 2022.